Good morning, students. Very welcome to Marathon History Revision Part 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാണ്ട് ഒരു 9ഓളം ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. സ്റ്റാർട്ടിംഗ് വിത്ത് ദ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സൈറ്റ്സ്: അല്ലാക്കപ്പ, വേദാപീഠ, പാവ ആൻഡ് പിപ്പാലിവന. Among which of the sites given above stupas was or were built after the death of Buddha? ബുദ്ധന്റെ മരണശേഷം ഏതെല്ലാം സ്ഥലങ്ങളിൽ സ്തൂപങ്ങൾ ബിൽഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് നമ്മൾ സ്തൂപത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബുദ്ധന്റെ മരണശേഷം ഏതാണ്ട് ഒരു 9ഓളം സ്ഥലങ്ങളിൽ സ്തൂപങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. പിന്നീട് പല രാജവംശങ്ങൾ തമ്മിൽ പല ക്ലാഷസ് വരെ ഉണ്ടാവുന്നുണ്ട് ബുദ്ധന്റെ റിലിക്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അതിൽ ഈ സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. സോ ദ ആൻസർ വിൽ ബി ഡി. ആൻസർ ഡി ആണ് വരുന്നത്. 1, 2, 3, 4. ആൻഡ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് എ സ്തൂപ? കഴിഞ്ഞ കൊല്ലം പ്രിലിംസിന് വന്നിരുന്ന ചോദ്യമാണ്. സ്തൂപത്തിന്റെ ഒരു ഡെഫിനിഷൻ അല്ലേ, ഇറ്റ്സ് എ പ്രീ ബുദ്ധിസ്റ്റ് സ്ട്രക്ചർ യൂസ് ടു കീപ് റിലിക്സ് ഓഫ് ബുദ്ധിസ്റ്റ് മോങ്സ്. ബുദ്ധിസത്തിന് മുമ്പ് തന്നെ സ്തൂപങ്ങൾ ഉണ്ടായിരുന്നു. സ്തൂപങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. സ്തൂപങ്ങൾ പിന്നീട് ചൈത്യ എന്നറിയപ്പെടുന്ന പ്രെയർ ഹോളിന്റെ ഒക്കെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നമുക്ക് ഓർത്തിരിക്കണം. ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് പ്ലേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഖരോഷ്ടി സ്ക്രിപ്റ്റ് ഈസ് എൻ ആൻഷ്യൻ സ്ക്രിപ്റ്റ് യൂസ്ഡ് ഇൻ ആൻഷ്യൻ ഗാന്ധാര. കൺസിഡറിംഗ് ദിസ് സ്റ്റേറ്റ്മെന്റ്സ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. ഖരോഷ്ടി എവിടെയാണ് വരുന്നത്? ഖരോഷ്ടി നോർത്ത് വെസ്റ്റിലൊക്കെ ആയിട്ട് വരുന്ന സ്ക്രിപ്റ്റ് ആണ്. ആൻഡ് നമുക്കറിയാം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഖരോഷ്ടിയുടെ റൈറ്റിംഗ് പാറ്റേൺ വരുന്നത്. ഇൻഡോ ഇറാനിയൻ അല്ലെ, ഇൻഡോ ഇറാനിയൻ അല്ലെങ്കിൽ ഇൻഡോ പേർഷ്യൻ ഒരു കൾച്ചറൽ കോണ്ടാക്ടിന്റെ ഒരു പ്രൊഡക്റ്റ് ഒക്കെയാണ്. അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നു. ദ വട്ടെഴുത്ത്, ഇത് വട്ടെഴുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം വടക്കിരുത്തൽ എന്നുള്ള ഒരു വേർഡും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. സോ വട്ടെഴുത്ത് ആൽഫബറ്റ് ഈസ് എൻ അബുഗിഡ റൈറ്റിംഗ് സിസ്റ്റം ഒറിജിനേറ്റിംഗ് ഇൻ സൗത്ത് ഇന്ത്യ. ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ അബുഗിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അബുഗിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, നമുക്ക് ഇംഗ്ലീഷിൽ സപ്പോസ് സേ വിഷു, ഇംഗ്ലീഷിൽ നമ്മൾ വിഷു ഇങ്ങനെ എഴുതുന്നു അല്ലെ, VISH. മലയാളത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? മലയാളത്തിൽ നമ്മൾ വിഷു എന്ന് എഴുതും അല്ലെ. ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുന്നു, ഈ ആൽഫബറ്റ്സും ഈ കൺസോണൻസും വോവൽസും ഐ എന്നുള്ള ഒരു വോവലും അല്ലെ, ഇതെന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് വരുന്നുള്ളത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ മലയാളത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാ എഴുതുന്നു, പിന്നെ വള്ളി ഇടുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസോണൻസും ആൽഫബറ്റ്സും നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ആൽഫ സിലബറി, അല്ലെങ്കിൽ നമ്മളിതിനെ ആൽഫ സിലബറി എന്ന് വിളിക്കും, അബുഗിഡ എന്ന് പറഞ്ഞു വെച്ചാൽ കോൺസോണൻസിനെയും വോവൽസിനെയും ഒരു സിംഗുലർ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനെ രണ്ടായിട്ട്, അതായത് കൺസോണൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ വോവൽസിന് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നില്ല. സോ കൺസോണൻസ് പ്രൈമറി, വോവൽസ് സെക്കൻഡറി ആയിട്ട് വരുന്നു. ഇനി രണ്ടിനും നമ്മൾ ഒരേ യൂണിറ്റ് ആയിട്ട് ഏറെക്കുറെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ അബുഗിഡ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വട്ടെഴുത്തൊക്കെ നമ്മളിപ്പോൾ വിഷു എന്നൊക്കെ എഴുതിയ പോലെ എന്താണ് വട്ടെഴുത്തൊക്കെ എന്താണ്, ഇതൊരു അബുഗിഡ സിസ്റ്റം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. തമിഴ് ബ്രഹ്മി, ഇതെല്ലാം എന്താണ്, വട്ടെഴുത്ത് സിസ്റ്റമാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് സി ആണ് വരുന്നത് അല്ലെ. ബോത്ത് 1 and 2 is correct. അപ്പൊ അബുഗിഡ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി. ഇംഗ്ലീഷ് ഒരു എന്താ പറയുക, ഒരു അബുഗിഡ സിസ്റ്റം അല്ല. അതിൽ രണ്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആൽഫബറ്റ്സ് അല്ലേ. ദിസ് ഇസ് ആൽഫ സിലബറി. മൂവിങ് ഓൺ, മണിപ്പൂരി ഡാൻസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. മണിപ്പൂരി ഡാൻസ് ഫോം ഫൈൻഡ്സ് ഇറ്റ്സ് മിത്തോളജിക്കൽ ഒറിജിൻ ടു ദ celestial dance of Shiva and Parvati in the valleys of Manipur. Krishna is a central theme, yes. Manipuri dance is largely emphasis on Tandava. This is wrong. അല്ലെ, താണ്ഡവ ഭാവത്തിനല്ല, ലാസ്യത്തിനാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് വരുന്നത്. അപ്പോൾ മണിപ്പൂരി ഡാൻസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മണിപ്പൂരിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈശാന്യന്ത്യയിൽ വൈഷ്ണവസത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് എന്താണ് കൃഷ്ണ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ജയദേവന്റെ ഗീതാ ഗോവിന്ദമൊക്കെ വരുന്നു.
കുറെ കൂടി ജെന്റിൽ ആയിട്ടുള്ള ഫുഡ് വർക്ക്സ് ആണ് വരുന്നത്. കുറെ കൂടി ഫെമിനിൻ ആയിട്ടുള്ള ഡാൻസ് ആണ്. നമുക്ക് ഒരു നീണ്ട ഒരു സ്കേർട്ടാണ് ധരിക്കാറുള്ളത് സ്ത്രീകൾ. കഥകളിയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശാന്യയിലെ ഒരുപാട് ആർട്ട് ഫോംസിന് കാരണമായിട്ടുള്ള ഒരു മിത്തോളജിക്കൽ ഒരു 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 സംഗതിയാണ് ലായ് ഹരോബ എന്നറിയപ്പെടുന്ന ഒരു ഫെസ്റ്റിവൽ. ഈ ലായ് ഹരോബ ഒക്കെ എന്താണ് ശിവന്റെയും പാർവതിയുടെയും ഒക്കെ ഡാൻസിന്റെ ഒരു ഐതിഹ്യത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്തിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് മണിപ്പൂരിയൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വൈഷ്ണവസത്തിന്റെ ഒക്കെ സ്വാധീനം വരുന്നുണ്ട് ശങ്കർദേവ. അപ്പോ നമ്മൾ മോഡേൺ ഇന്ത്യയിൽ രവീന്ദ്രനാഥ് ടാഗോർ ഒക്കെ ഈ മണിപ്പൂരി ഡാൻസ് ഫോമിന്റെ ഒക്കെ വലിയൊരു ഒരു പ്രൊപ്പോണന്റ് ആയിരുന്നു. അദ്ദേഹം അതിനെ ഒരുപാട് പുഷ് ചെയ്തിരുന്നു. ആൻഡ് ലാസ്യമാണ് വരുന്നത്. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ട് ഫോംസിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഭയങ്കര ഒരു മാസ്കുലിൻ ആയിട്ടുള്ള, കൃഷ്ണൻ കുറെ കൂടി ഒരു ഫെമിനിറ്റി ആണ് ഉള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ലോജിക്കലി അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പൊ ലായ് ഹരോബ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മണിപ്പൂരിലാണുള്ളത്. അതിൽ ട്രഡീഷണൽ ഡേറ്റീസിനൊക്കെ നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നു. അതിൽ വേർഷിപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡേറ്റിയാണ് താങ്ജിങ്. താങ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയറിംഗിൾസിന്റെ ഒരു റൂളിംഗ് ഡേറ്റിയാണ്. അപ്പോൾ ഈ ലായ് ഹരോബ എന്നുള്ള ഫെസ്റ്റിവൽ ഈസ്റ്റേൺ ഇന്ത്യ ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ലായ് 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 ഹരോബ. Moving on, consider the following festivals. In 2010, UNESCO inscribed Chahu in the representative list of intangible cultural heritage of humanity. Tarangamel is the folk dance of Goa that celebrates the youthfulness of the region. രണ്ട് ഡാൻസ് ഫോംസിനെ കുറിച്ചാണ് പറയുന്നത്, തരംഗമേൽ ആൻഡ് ചാഹു. ചാഹു വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിന് പ്രധാനമായിട്ടും ഫിലോസഫി, ആർക്കിടെക്ചർ, ലാംഗ്വേജ് ഒക്കെയാണ് ഏറ്റവും കൂടുതലൊക്കെ വരാറുള്ളത്. എങ്കിലും നമ്മുടെ ഡാൻസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ അപ്പുറത്ത് വളരെ സ്റ്റാറ്റിക് ആയിട്ട് ചില ഡാൻസ് ഫോംസ് ഒക്കെ ശ്രദ്ധിക്കണം. സ്പീക്കിംഗ് അബൌട്ട് ചാഹുവിന്റെ കാര്യം പറയുമ്പോൾ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ചാഹു. ചാഹു എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു ഷാഡോ ഡാൻസ് ആണ്. അതൊരു മാർഷ്യൽ സ്വഭാവമുണ്ട്. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ, ഒരു വടിയൊക്കെ പിടിച്ചു നിൽക്കുന്നു, ആളൊക്കെ കുന്തൊക്കെ പിടിച്ചു നിൽക്കുന്നു. ഒരു ഒരു എന്താ പറയുക, ചടുലമായിട്ടുള്ള ഒരു നൃത്തവിന്യാസങ്ങളുള്ള ഒരു നൃത്തമാണ്. ഒരു മാർഷ്യൽ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഡൈനാമിക് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ വരുന്നു. ചാഹു പ്രധാനമായിട്ട് ഈസ്റ്റേൺ ഇന്ത്യയിലാണ് വരുന്നത്. 3 റീജിയൻസിൽ വരുന്നുണ്ട്. ജാർഖണ്ഡിൽ സരൈക്കല്ല ചാഹു, ഒഡീഷയിൽ മയൂർഭഞ്ച് ചാഹു, വെസ്റ്റ് ബംഗാളിൽ പുരുലിയ ചാഹു. ഇതില് നമ്മൾ മയൂർഭഞ്ച് ചാഹുവിലാണ് എന്ത് ചെയ്യുന്നു, മാസ്കുകൾ ഉപയോഗിക്കാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് സവിശേഷതകളുള്ള അങ്ങനെ ഒരു ഈസ്റ്റേൺ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഫോക്ക് ഡാൻസ് ആണ് ചാഹു. സോ തരംഗമേൽ ആസ് വി ഓൾ നോ, ഇത് ഗോവയിലെ ഒരു ഫോക്ക് ഡാൻസ് ആണ്. And in which of the following theatre form even the male roles are played by female actors? Nautangi, തെയ്യം, സ്വാങ്, തമാശ. ഇതില് മെയിൽ റോൾസ് ഫീമെയിൽ പ്ലേ ചെയ്യുന്ന ഏതാണ്? ആൻഡ് ദിസ് ഇസ് നൗട്ടങ്കി അല്ല, തെയ്യമല്ല, ദിസ് ഇസ് തമാശ. തമാശയുടെ കാര്യം പറയുമ്പോൾ തമാശ ഒരു ഫോക്ക് തിയേറ്റർ ആണ്. മഹാരാഷ്ട്രയിലാണ് വരുന്നത്. മഹാരാഷ്ട്രയിലെ മറ്റു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഡാൻസ് ഫോം ലാവണി. അപ്പൊ ഈ സ്പീക്കിംഗ് അബൌട്ട് തമാശ, അത് ഭയങ്കര ഹ്യൂമറും ഇറോട്ടിക് കണ്ടന്റ് ഒക്കെ ഉള്ള ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, മെയിൽ റോൾസ് അഭിനയിക്കുന്നു എന്നതാണ്.
ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ ലാവണി സോങ്സിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു തമാശ പോലെയുള്ള ഈ ഒരു ആർട്ട് ഫോംസ് ഒക്കെ പെർഫോം ചെയ്യാറുള്ളത്. മുറുക്കി എന്നുള്ള പേരിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കാറുള്ളത്. സോ ആൻസർ വരുന്നത് ഡി, തമാശയാണ്. ലാവണി സോങ്സ്, ലാവണി മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ലാവണിയൊക്കെ കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനിത് പറഞ്ഞിരുന്നു. ലാവണി കറണ്ട് അഫയേഴ്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ശ്രദ്ധിക്കുക. മഹാരാഷ്ട്രയിൽ വരുന്ന ഫോക്ക് ഡാൻസസ് ആൻഡ് മ്യൂസിക്കൽ ഫോംസ് എല്ലാം. Question number 15. This is regarding Amaranayaka system. It was adopted from a land grant system of Gupta Empire, but its features were derived from the Ikta system of Delhi Sultanate. Delhi Sultanate ഇക്താസിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. It was adopted from the land grant system of Gupta Empire, but its features were derived from the Ikta system of Delhi Sultanate. They were military commanders and provided the Vijayanagara kings with an effective fighting force. Third statement, Amaranayakas hastened the collapse of the central imperial structure of the Vijayanagara Empire. And ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, it was adopted from the land grant system of Gupta Empire, but its features were derived from the Ikta system of the Delhi Sultanate. അതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബേസിക്കലി ഇവരുടെ ഒരു വിജയനഗരാസിന്റെ ഒരു പൊളിറ്റിക്കലിലെ ഒരു ഇന്നോവേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അമരനായക സിസ്റ്റത്തെ വിളിക്കാം. അവർ മിലിറ്ററി ഗവർണേഴ്സ് ആയിരുന്നു, അവർക്ക് ലാൻഡഡ് ആയിട്ടുള്ള അരിസ്റ്റോക്രസി ആയിരുന്നു. പക്ഷെ നമ്മൾ എന്താണ്, ഇക്ത എന്നറിയപ്പെടുന്ന ഒരു ഭൂമി പതിപ്പിച്ചു കൊടുക്കുന്ന സിസ്റ്റത്തിനോട് ചില സാദൃശ്യങ്ങളുണ്ട്. ഡൽഹി പീരീഡിലെ ഇക്ത സിസ്റ്റം, മുഗൾ പീരീഡിലെ ജഗർദാരി, വിജയനഗര പീരീഡിലെ അമരനായക, ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര സാദൃശ്യങ്ങൾ വരുന്ന സിസ്റ്റംസ് ആണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്താണ്, they were military commanders. Amaranaika hastened the collapse of central imperial structures of the Vijayanagara Empire. അത് നമുക്ക് ഊഹിക്കാം. കാരണം ഈ വേസൽസ് അല്ലെങ്കിൽ ഫ്യൂഡൽ ലോഡ്സ്, നാടുവാഴികളൊക്കെ എന്ത് ചെയ്യുന്നു, മിലിറ്ററി ഗവർണേഴ്സ് ആയാലും ലാൻഡ് അരിസ്റ്റോക്രാറ്റ്സ് ആണെങ്കിലും എന്ത് ചെയ്യും, സെൻട്രൽ റൂളർ എന്ത് ചെയ്യുന്നു, പ്രധാനപ്പെട്ട എംപററോ റൂളറോ സുൽത്താനോ ഒക്കെ തട്ടിപ്പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവരുടെ പവർ എക്സെപ്റ്റ് ചെയ്യുന്നു, കുറെ കൂടി ഓട്ടോണമസ് ആയിട്ട് മാറുന്നു, അധികാരം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുക്കാം. സോ ദ ആൻസർ വരുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 and 3 കറക്റ്റ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി എന്നാണ്. പക്ഷെ നമുക്ക് ഇക്തസിസ്റ്റത്വമായിട്ട് ഇതിനെ ആക്ച്വലി അതിന്റെ ഒരു സ്വഭാവം വരുന്നുണ്ട്. പക്ഷെ അമരനായക എന്നറിയപ്പെടുന്ന നായകാസ് അവിടെ ഓൾറെഡി വിജയനഗര പീരീഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും തമ്മിലുള്ള ഒരു ന്യൂവാൻസസ് നമ്മൾ വിട്ടുപോകരുത് എന്നുള്ളതാണ്. നമ്മൾ ലേറ്റർ മുഗൾസിന്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിലൊക്കെ എങ്ങനെയാണ് സക്സഷൻ സ്റ്റേറ്റ്സ് ഒക്കെ വരുന്നത്. സക്സഷൻ സ്റ്റേറ്റ്സ് ഒക്കെ വരുന്നത് എന്താ വെച്ചാൽ, ഈ നോബിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈ നവാബുമാർ എന്ത് ചെയ്യുന്നു, അവരുടെ കിങ്ഡംസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ഔദും അല്ലെങ്കിൽ ഹൈദരാബാദും ബംഗാളൊക്കെ എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി കുറെ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മുഗൾ എംപയറിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സെൻട്രൽ ഇമ്പീരിയൽ സ്ട്രക്ചറിനെ കൊളാപ്സ് ചെയ്യുന്നു എന്നുള്ളൊരു വേർഡിങ് ഉപയോഗിക്കാൻ കാരണം. Question number 16. There was a protest of Lingayites demanding the declaration of themselves as a religious minority and its recognition as an independent religion. In this context, consider the following statement about Lingayites. They disapproved practices such as post-puberty marriage and the remarriage of widows, which were encouraged in the Dharma Shastra. They disproved the practice such as post-puberty marriages and remarriage of widows, which were encouraged in the Dharma Shastra. Widows in the remarriage of Dharma Shastra encourage you എന്നുള്ളതാണ് ചോദ്യം. They believe that on the death, the devotee will be united with the Shiva and will not return to this world. Yes, the Lingayites challenged the idea of caste and pollution attributed to certain groups by Brahmins. അപ്പൊ നമുക്ക് നോക്കൂ, ഈ ലിംഗായറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ബസവണ്ണ അല്ലെ, നമ്മൾ കർണാടകത്തിലെ മിഡീവിയൽ ഭക്തി സെന്റർ ആയിട്ടുള്ള ബസവണ്ണ, അദ്ദേഹത്തിന്റെ വീരശൈവ മൂവ്മെന്റ്, ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, റിവൈസ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിലൊന്നും വിട്ടുപോകരുത് ബസവണ്ണ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻസിൽ തന്നെ
പറഞ്ഞിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ബസവണ്ണയെ കുറിച്ചിട്ട്. ബസവണ്ണ ബസവണ്ണ അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമറുടെ ഒരു ഐഡന്റിറ്റിയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള കസ്റ്റംസ്, റിച്വൽസ്, സൂപ്പർസ്റ്റിഷൻസ് ഇതിനെല്ലാം അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിരുന്നു. ഒരു ഒരു ഇക്വാളിറ്റിക്ക് വേണ്ടി പിച്ച് ചെയ്തിരുന്ന ഒരു സോഷ്യൽ റിഫോമർ കൂടിയായിരുന്നു. ആൻഡ് ഈ ഒരു ലിംഗമൊക്കെ ധരിച്ചിരുന്നു. കഴുത്തിലൊക്കെ എപ്പോഴും നമ്മൾ ക്ലാസ്സിലൊക്കെ പറയാനുള്ള പോലെ എന്താണ് ഒരു ശിവലിംഗത്തിന്റെ ഒരു ചെറിയൊരു ഐക്കൺ അല്ലെങ്കിൽ ലിംഗമൊക്കെ ഇവരിങ്ങനെ ധരിക്കുമായിരുന്നു. ലിംഗായത്ത് എന്നുള്ള പേരൊക്കെ എങ്ങനെയാണ് വരുന്നത്. യെസ്, ഈ പൊല്യൂഷൻ, കാസ്റ്റ് പൊല്യൂഷൻസിനൊക്കെ അവരെ എതിർത്തിരുന്ന ഒരു വിഭാഗം കൂടിയായിരുന്നു. Question number 17. Some of the earliest Bhakti movements were led by Alvar and Nayanar in the southern part of India. In this context, consider the following statements about Alvar and Nayanar. Both Nayanar and Alvar were revered by the Vellala presence. They looked upon religion not as a cold formal worship, but as a loving bond based upon love between the worship and the worshipper. ഇതൊരു പ്രധാനപ്പെട്ട ഒരു രണ്ട് നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് നമുക്കറിയാം, നായനാർമാരിലും ആൾവാർമാരിലും ഒക്കെ ഒരു കാസ്റ്റ്, ലോ കാസ്റ്റ് പീപ്പിളിന്റെ ഒരു റെപ്രസെന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, കർഷകരുടെ ഒക്കെ ഒരു പിന്തുണയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് യെസ്, ഇതില് നോക്കൂ, ഈ ഭക്തി മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഭക്തി മൂവ്മെന്റിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ഭക്തി എന്ത് ചെയ്യുന്നു? ജീവിതത്തിന്റെ സകല മേഖലകളെയും ഗ്രസിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു. മീരാഭായി എന്ത് ചെയ്യുന്നു? ഭക്തി മൂലം എന്ത് ചെയ്യുന്നു? കുടുംബം ഉപേക്ഷിക്കുന്നു, ജീവിതം മുഴുവൻ കൃഷ്ണന് വേണ്ടി മാറ്റിവെക്കുന്നത്. സൂർദാസിന് പാട്ടുകൾ പാടുമ്പോൾ കണ്ണുനീര് വരുന്നു എന്നുള്ളതാണ്. കബീർദാസ് മതിമറന്ന് ദൈവത്തെ കുറിച്ച് പാട്ട് പാടുന്നു. അപ്പൊ അതുവരെ കണ്ടിരുന്ന ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള റിലീജിയനിൽ നിന്നൊക്കെ മാറിയിട്ട് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് എൻ ഇന്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്സ് വർക്ക്ഔട്ട് ആവുന്നു എന്നുള്ളതാണ്. ഇത് ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു സംഗതിയാണ്, ഭക്തിയുടെ ഒരു കാര്യം. ഞാൻ പെട്ടെന്ന് നമ്മുടെ ഫോർ ഇൻസ്റ്റൻസ്, ഞാൻ കമൽഹാസന്റെ ഒരു പടമില്ല, ദശാവതാരം എന്നുള്ള സിനിമ. ദശാവതാരം എന്നുള്ള സിനിമയിൽ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട്. അതെങ്ങനെയാണ്, അസിൻ പെരുമാളിന്റെ പ്രതിമേനൊക്കെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. കമൽഹാസൻ അതിൽ യുക്തിവാദിയുമായിട്ട് മറ്റുമാണ്. ഞാൻ കോണ്ടെക്സ്റ്റ് മറന്നുപോയി. അപ്പോൾ കമൽഹാസൻ തന്നെ വേറെ റോളിൽ ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെന്തോ ഒരു പുഴയുടെ തീരത്തോ കടലിന്റെ തീരത്തോ മറ്റോ എന്തോ ഒരു ആക്ടിവിറ്റി, എന്തോ ഒരു ഇവരെ വില്ലന്മാര് വന്ന് ക്യാച്ച് ചെയ്യാനോ കിഡ്നാപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പെരുമാളെ എന്നൊക്കെ വിളിച്ച് കരയുന്നുണ്ട്. നമ്മുടെ മഹാഭാരതത്തില് കുന്തിയല്ല പാഞ്ചാലി കരയുന്നില്ലേ വസ്ത്രാക്ഷേപത്തിന്റെ സമയത്ത്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു പേഴ്സണൽ ദൈവത്തോട് ഭയങ്കരമായിട്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ദൈവം വരുന്നു എന്നുള്ളതാണ്. ആ സിനിമയിലും അങ്ങനെ ഭയങ്കര മിറാക്കുലസ് ആയിട്ട് ഇവരെ ഏതൊക്കെയോ ആക്ടിവിസ്റ്റുകൾ ചേർന്ന് ഇവർ രണ്ടുപേരെ രക്ഷിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു ഭക്തിയുടെ ആ ഒരു സ്വഭാവമാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു ലവിങ് ബോണ്ട് സൂഫിസത്തിലും ഭക്തി മൂവ്മെന്റിലും നമ്മൾ കാണുന്നത് ഒരു തേർഡ് പാർട്ടി, ഒരു പ്രീസ്റ്റ്ലി ഇന്റർവെൻഷൻ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദൈവമായിട്ട് നിങ്ങൾക്കൊരു നല്ല ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഭക്തി മൂവ്മെന്റിന്റെ ഒരു ഐഡിയ. ഇനി ആ സിനിമ കാണുകയാണെങ്കിൽ ആ സീൻ വരുമ്പോൾ ഒന്ന് ആലോചിക്കുക. Question number 18. Consider the following statements regarding puppetry in India. Kundai is a type of puppetry largely practiced in Rajasthan. Second, Khadaputli is a type of puppetry largely practiced in Odisha. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ കുന്തൈ വരുന്നത് ഒഡീഷയിലാണ് വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഖദാപുട്ലി വരുന്നത് രാജസ്ഥാനിലുമാണ്. ഇതിൽ ഖദാപുട്ലി സിംഗിൾ പീസിലാണ് വരുന്നത്. അതിന് ലാർജ് എന്താ പറയുക ഡോൾസ് ആണ് വരുന്നത്, കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് വരുന്നത്. ഖദാപുട്ലി രാജസ്ഥാനിലെ സ്ട്രിങ് പപ്പറ്റ്സ് ആണ്. ആൻഡ് ഈ ഖദാപുട്ലിയുടെ പ്രത്യേകത അതിനൊരു ലെഗ്സ് ആബ്സെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ദിസ് ഇസ് ഖദാപുട്ലി. ഭയങ്കര കളർഫുൾ ആണ്. ആ ഒരു രാജസ്ഥാൻ മിനിയേച്ചർ പെയിന്റിങ്ങിനെ കണ്ട് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രൈറ്റ് കളേഴ്സ് ആണ്. ഇനി കുന്തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഡീഷയിലാണ് വരുന്നത്. ലൈറ്റ് വുഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, ലോങ് സ്കേർട്സ് ഉപയോഗിക്കുന്നു.
കൂടുതൽ എന്താ പറയുക ജോയിൻസ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പപ്പറ്ററി ഫോം ആണ് എന്നുള്ളതാണ്. ഒഡീസി ഡാൻസിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. നമുക്ക് പപ്പറ്ററി പോലുള്ള കുറച്ച് ടോപ്പിക്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാം. നമുക്ക് കുറച്ച് ആദ്യം ഒരു മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് കവർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു ഇന്റൻഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 19, കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ് തിയേറ്റർ, ആർട്ട് ആൻഡ് സ്ട്രീറ്റ്. കൃഷ്ണനാട്ടം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണോ? അല്ല, എവിടെയാണ് കൃഷ്ണനാട്ടം വരുന്നത്? എന്താണ് അത്? കേരളത്തിലാണ് വരുന്നത്. യക്ഷഗാനം കർണാടക, യെസ്, കാസർഗോഡ് കർണാടക. തമാശ ഗുജറാത്തിലാണ് വരുന്നത്. അല്ല, തമാശ നമ്മൾ പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിലാണ് വരുന്നത്. സോ ആൻസർ ഈസ് ഡി. അപ്പോ ഇവിടെ കൃഷ്ണനാട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ മാനവവേദ സാമൂതിരിയുടെ കാലഘട്ടത്തിലാണ് വരുന്നത്. ഗുരുവായൂരൊക്കെ കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഇത് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. 8 പ്ലേസ് ആണ് എന്ത് ചെയ്യുന്നു, 8 ദിവസങ്ങളിലായിട്ട് അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. ആൻഡ് തമാശയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നില്ല, മുറുക്കി അല്ലെ. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ആൺവേഷം ധരിക്കുന്നു. അപ്പോ ഒരു ഇറോട്ടിക് ആയിട്ടുള്ള ഹ്യൂമറസ് കണ്ടന്റ് ഉള്ള ഒരു ആർട്ട് ഫോം ആണ് തമാശ. ഫോക്ക് തിയേറ്റർ ആണ് മഹാരാഷ്ട്രയിലെ. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് മെയിൽ റോൾസും ചെയ്യുന്നത്. Question number 20, consider the following statements regarding folk dance in India. Chahu is largely popular in the eastern part of India. Dhumal dance is performed by Vatal tribe of Kashmir. Kalbaliya dance is performed by the women folk of Rajasthan. ഇതെല്ലാം കറക്റ്റ് ആണ്. ഇതിൽ നമുക്ക് കാൽബലിയ, വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കാൽബലിയ? കാൽബലിയ ഡാൻസിന്റെ പ്രത്യേകത എന്ത് ചെയ്യുന്നു, യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡാൻസ് ഫോം ആണ്. ഒരു സർപ്പൻ ഡാൻസ് ആണ്. ഡാർക്ക് കളേഴ്സ് ആയിട്ടുള്ള ബ്ലാക്ക് കളേഴ്സ് ഉള്ള ഡ്രസ് ഒക്കെയാണ് ധരിക്കാറുള്ളത് കാൽബലിയ. കാൽബലിയ കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Which of the following is not a form of Indian martial arts? കളരിപ്പയറ്റ്, സിലമ്പം, തങ്ക ആൻഡ് ബാന്ദ്പത്താർ. സിലമ്പം, തങ്ക, ബാന്ദ്പത്താർ ഒരു മാർഷൽ ആർട്ട് അല്ല എന്നുള്ളതാണ്. ബാന്ദ്പത്താർ ഒരു മാർഷൽ ആർട്ട് അല്ല. ബാന്ദ്പത്താർ എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ ട്രഡീഷണൽ തിയേറ്റർ ആണ്. ഡാൻസും മ്യൂസിക്കും ആക്ടിങ്ങും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. തങ്ക മണിപ്പൂരിലാണ് വരുന്നത്. ആ ഒരു വേർഡിൽ തന്നെ ആ ഒരു മണിപ്പൂരി ഫ്ലേവർ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് സിലമ്പം തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ബന്ദ്പത്താർ അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കാം, കാശ്മീരിലൊക്കെ കൂടുതലൊക്കെ ഒരുപാട് ഇറ്റ്സ് വെരി കോമൺ ടു proclaim 144 or any other kind of restrictive systems in Kashmir അല്ലേ. പലപ്പോഴും 144 പ്രഖ്യാപിക്കാറുണ്ട്. എമർജൻസി പോലെ സമാനമായിട്ടുള്ള അവസ്ഥകളൊക്കെ കാശ്മീരിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു, ജീവിതം മുഴുവൻ എന്താണ് ഒരു പലപ്പോഴും എന്താണ് ഒരു ബന്ധസിന്റെ അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട് എന്നുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ഓർത്തെടുക്കാറുള്ളത്. ഇത് ട്രഡീഷണൽ തിയേറ്റർ ആണ് വരുന്നത്. ഒരു സറ്റയറിന്റെ ഒരു സ്വഭാവമുള്ള ഒരു തിയേറ്റർ കൂടിയാണ്. ആൻഡ് വാട്ട് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ബീങ് പ്ലേഡ്? സുർണൈ, നഗര, ധോൾ തുടങ്ങിയവയാണ്. അപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് ഒക്കെ വരുമ്പോൾ ഒരു പോപ്പുലർ അതിന്റെ സ്റ്റേറ്റ് ഏതാണ്, അതിന്റെ ഒരു സ്വഭാവം എന്താണ്, ഡിവോഷണൽ ആണോ, ഫോക്ക് സ്വഭാവമാണോ, അല്ലെങ്കിൽ മോഡേൺ എലമെന്റ് ഉണ്ടോ? ഇപ്പൊ നമ്മൾ പെയിന്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ട് ഫോം ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും മോഡേൺ എലമെന്റ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു കുറെ കൂടി കണ്ടംപററി ആയിട്ടുള്ള സറ്റേറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നും കൂടിയൊക്കെ ഒന്ന് നോക്കണം. Question number 22, the Natyashastra is a notable ancient treaty influencing dance, music and literary traditions in India. It is notable for its aesthetic rasa theory. What is the theory of that? Rasa theory എന്ന് പറഞ്ഞു വെച്ചാൽ നോക്കൂ, ഇത് രസ തിയറിയുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളെ എന്ത് ചെയ്യുന്നു, കുറെ കൂടി ഒരു സ്പിരിച്വൽ സ്റ്റേജിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് പിടിച്ച് ഉയർത്തണം എന്നുള്ളതാണ്. നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ആ തലത്തിലേക്ക്, ഒരു ആത്മീയ തലത്തിലേക്ക് ഉണർത്തുക എന്നുള്ളതാണ്. ഒരു കുറെ കൂടി ഹയർ ലെവലിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ട് ഫോമിന്റെ ഇന്റൻഷൻ എന്നാണ് രസ തിയറി ഉദ്ദേശിക്കുന്നത്. സോ ദ ആൻസർ വിൽ ബി സി. Individual raising individual consciousness for spiritual upliftment. ഇപ്പൊ നമ്മുടെ സൂഫി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഖവാലീസ് എന്നുള്ള സംഗീതത്തിലെല്ലാം നമ്മൾ ഈ ഒരു സ്വഭാവം കാണുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറെ കൂടി അതീന്ദ്രിയമായ ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇന്റൻഷൻ.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആർട്ടും ഡാൻസും തിയേറ്ററും അല്ലെങ്കിൽ ആർട്ടും ഡാൻസ് ആർക്കിടെക്ചറും എല്ലാം എന്താണ് ഇവിടുത്തെ ഫിലോസഫിയുടെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. Question number 23. With reference to semi-classical music from Tumri, consider the following statement. It is inspired by Bhakti movement. It is based on the romantic literature. Tumri is one of the divisions of Carnatic music. ഇത് ബക്വാസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. ഇത് നമ്മളൊക്കെ ഭയങ്കര എന്താ പറയുക, കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. കുറെ കൂടി ഹയർ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളൂ. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം Tumri is a style, it's a part of not Carnatic music but Hindustani. So statement third എന്താണ് തെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, തുമ്രിക്ക് എന്താണ് ഒരു ഇറോട്ടിക് സ്വഭാവമുണ്ട്, ഒരു ശൃംഗാരത്തിന്റെ സ്വഭാവമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം അതിനെന്താണ്, അത് ഡിവോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത് ബ്രാജ് ഭാഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നു. പ്രത്യേകിച്ചും കൃഷ്ണ രാധ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു രാസലീല കാര്യങ്ങളൊക്കെയാണ്. രാധാകൃഷ്ണ പ്രണയമൊക്കെ എന്താണ് തുമ്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു തീമാണ്. സോ തുമ്രി ഈസ് എ ഡിവോഷണൽ, ഇറ്റ്സ് എ പാർട്ട് ഓഫ്, ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് ഹിന്ദുസ്ഥാനി. ക്വസ്റ്റ്യൻ നമ്പർ 24. സല്ലേഖന റിച്വൽ ജൈനിസം. നമുക്ക് അതിന്റെ കണ്ടീഷൻസ് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സല്ലേഖന സന്ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വോളണ്ടറി ഫാസ്റ്റിംഗ് ആണ് ടു ഡെത്ത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വോളണ്ടറി സാർവേഷൻ ടു എംബ്രേസ് ഡെത്ത്. യെസ്, ഇറ്റ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ അസെപ്റ്റിക് ഓൺലി. അല്ല, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഐ ഹാവ് ഷോൺ യു ദിസ് ഫോട്ടോ ഓഫ് എ ടീനേജർ ഗേൾ ഹു ഹാഡ് സക്കം ടു ഡെത്ത് പെർഫോമിംഗ് സല്ലേഖന ഇൻ സൗത്ത് ഇന്ത്യ, ഹൈദരാബാദിൽ മറ്റോ. അപ്പൊ എന്താണ്, അസെറ്റിക്സിന് മാത്രമല്ല, ഇറ്റ് ഇസ് പെർമിറ്റഡ് ഓൺലി ഇൻ കേസ് ഓഫ് ഇമ്മിനന്റ് ഡെത്ത് അല്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആൻസർ ഇസ് ബി ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിന് പല രീതിയിൽ അത് വരുന്നുണ്ട് എന്നുള്ളതാണ്. സല്ലേഖന പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗസ് ഹോൾഡേഴ്സിനും അസെറ്റിക്സിനും വരുന്നുണ്ട്. ഇമ്മിനന്റ് ഡെത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഫെമിൻ വരുമ്പോൾ ഇതെല്ലാം എന്താണ്, ഇൻക്യൂറബിൾ ആയിട്ട് ഡിസീസ് വരുമ്പോഴൊക്കെ എന്താണ്, നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കി ഗ്രാജുവലി മരണത്തെ എംബ്രേസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ജൈനിസത്തിലുണ്ട്. ഒരു നിഹിലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ജൈനിസം ഭയങ്കര എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു എക്സ്ട്രീമിസം ആസ് അപ്പോസ് ടു ദ ബുദ്ധിസ്റ്റ് ഐഡിയ ഓഫ് വാട്ട് വി കോൾ നമ്മളെന്താ പറയാ, മിഡിൽ പാത്ത് അല്ലെ. ഇത് രണ്ടും നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്യാവുന്നതാണ്. മൂവിംഗ് ഓൺ, ദീസ് ആർ സം ട്രീറ്റീസ്, മ്യൂസിക്കൽ ട്രീറ്റീസ് ആൻഡ് ഇറ്റ്സ് ഓതേഴ്സ്. ബൃഹദേശി സാരംഗദേവയല്ല, സംഗീത മകരന്ദ നന്ദ, സ്വരമേല കലാനിധി രാമമാത്യം. അപ്പൊ ഇതില് നോക്കൂ, ആൻസർ വരുന്നത് ബി 2 and 3 ആണ്. സംഗീത മകരന്ദ നന്ദ എന്നാണ് നമ്മൾ പൊതുവെ ഓർത്തിരിക്കാറുള്ളത്. അപ്പോൾ ബൃഹദേശി 9ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്, എഴുതിയത് മാതങ്ക അല്ലെ, മാതങ്ക. ആൻഡ് സ്വരമേല കലാനിധി രാമമാത്യാണ് എഴുതിയിട്ടുള്ളത്, 16ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള കൃതിയാണ്. 11th century ടെക്സ്റ്റ് ആണ് സംഗീത മകരന്ദ, നന്ദന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കൃതിയാണ്. 93ഓളം രാഗങ്ങൾ അതിൽ എന്യൂമറേറ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കൽ ട്രീറ്റീസ് ഓർത്തിരിക്കാനായിട്ട് പ്രയാസമാണെങ്കിലും ഇത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന നമ്മുടെ ഒരു മ്യൂസിക്കൽ ഇവല്യൂഷന്റെ ഒരു ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ടെക്സ്റ്റുകളാണ്, ഒന്ന് വായിച്ചു നോക്കണം. Which of the following are the main styles in Hindustani music? Dhrupad, Tarana, Khayal and Chadrang. ഇതെല്ലാം ശരിയാണ്. ആൻസർ വിൽ ബി ഡി അല്ലേ, ഡി 1 2 3. So ധ്രുപദ്, ധമർ, ഹോരി, ഖയാൽ, താപ്പ. താപ്പ എന്ത് ചെയ്യുന്നു, ഭയങ്കര ഒരു ഫാസ്റ്റ് റിതമിക് ആയിട്ടുള്ള ഒരു കമ്പോസിഷൻ ആണ്. ചതുരംഗ്, രാഗസാഗർ, തരണ, സർഗമൻ, തുമ്രി. തുമ്രിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത്. Question number 27. Dhrupad finds mention in Aini Akbari. Tansen created several new ragas. Pandit Bhimsen Joshi and Gangubai Kangal were the famous musicians from Gwalior Gharana. And ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ധ്രുപദ് ഐനി അക്ബാരിയിൽ പരാമർശിക്കുന്നുണ്ട്. ആൻഡ് കാരണം ആ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക അല്ലെ, ഐനി അക്ബാരി ആരാണ് എഴുതിയത്? ദിസ് ഇസ് ഐനി അക്ബാരിയുടെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് അക്ബർനാമ, തേർഡ് പാർട്ട് ഓഫ് അക്ബർനാമ. റിച്ച് ഡീറ്റെയിൽസ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്ബറിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്, 9 gems അല്ലെ. ആര് വരുന്നു? നമ്മുടെ താൻസൻ വരുന്നു അല്ലെ. ആ സമയത്തൊക്കെ ഹിന്ദുസ്ഥാനി ധ്രുപദൊക്കെ ഭയങ്കര പോപ്പുലർ ആണ്.
Tansen himself created several new rank affairs. Pandit Bhimsen Joshi and Gangubai Hangal, Gwalior Gharana. അല്ല, ഭീംസൻ ജോഷി ഗ്വാളിയോർ ഘരാനയിലല്ല വരുന്നത്. ഇപ്പൊ നമ്മൾ ഘരാനയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റം ഓഫ് ലീനിയേജ് അല്ലെ, മ്യൂസിക്കൽ ലീനിയേജ് ആണിത്. ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങളൊന്ന് ഏറ്റവും എലമെന്ററി ആയിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, ഏറ്റവും പഴക്കമേറിയ ഘരാന ഏതാണ്? ദാറ്റ് ഇസ് കിരാന ഘരാനയാണ് ഓൾഡസ്റ്റ്. ആൻഡ് സോറി മാറിപ്പോയി, ഗ്വാളിയോർ ഘരാനയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് വരുന്നത്. കിരാന ഘരാനയിലാണ് ആര് വരുന്നു? നമ്മുടെ പണ്ഡിറ്റ് ഭീംസൻ ജോഷിയൊക്കെ വരുന്നത്. സോ ആൻസർ വിൽ ബി ബി 1 and 2. കിരാന ഘരാനയിലാണ് ഭീംസൻ ജോഷി വരുന്നത് എന്നുള്ളതാണ്. ഇനി താൻസന്റെ രണ്ട് വർക്ക്സ്, ശ്രീ ഗണേശ സ്തോത്ര ആൻഡ് സംഗീത സാര. അമീർ ഖുസ്രോവിനെ കുറിച്ചുള്ള ചോദ്യമാണ്. He has introduced new ragas, namely Ghoranjana. He is known as the father of Qawwali. തുഗ്ലക്നാമ അദ്ദേഹം ഓർഡർ ചെയ്തു. ഇതെല്ലാം ശരിയാണ്. ആൻസർ ഈസ് ഡി 1, 2, 3. Question number 30. Consider the following about Bundi School of Painting. A characteristic feature of the school is a notable absence of green color. This is bullshit. ബുണ്ടി സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? വളരെ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള ലഷ് ഗ്രീനറിയാണ് നമ്മൾ ബുണ്ടിയിൽ കണ്ടത്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി. ആബ്സെൻസ് അല്ല, എന്താണ്? പ്രസൻസ് ആണ്. This school is highly secular in nature and avoid depiction of religious themes. നോക്കി, ഇതെല്ലാം മിനിയേച്ചർ പെയിന്റിങ്സ് ആണ് രാജസ്ഥാനിൽ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? രജപുട്ട് മിനിയേച്ചർ പെയിന്റിങ്സിലൊന്നും you can stop referring or mentioning Puranic characters, especially the Krishna and his gopis. അപ്പൊ ഇതില് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഒട്ടുമിക്ക രാജസ്ഥാനി അല്ലെങ്കിൽ രജപുട്ടാനി പെയിന്റിങ്സിലൊക്കെ എന്താണ്, നമ്മൾ രാസലീല, കൃഷ്ണഭക്തി, രാധ, മറ്റു തോഴിമാര്, ഗോപികമാര്, ഇത്തരം ഗോപിമാരൊക്കെയാണ് നമ്മൾ അതിൽ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ അങ്ങനെ ഒരു എന്ത് ചെയ്യുന്നു, റിലീജിയസ് തീംസ് ഒഴിവാക്കാനുള്ള സാധ്യതയില്ല. ആൻഡ് GI ടാഗുകൾ ഒരുപാട് എന്ത് ചെയ്യുന്നു, നമ്മൾ മിനിയേച്ചർ പെയിന്റിംഗ് ട്രഡീഷൻസ് ഉണ്ട്. ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പെയിന്റിംഗ് വൊക്കാബുലറിയിൽ തന്നെ നമുക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദിസ് പെയിന്റിംഗ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിന്റിംഗ് ആണ് അല്ലേ. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാനോപ്പീസും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസും കളേഴ്സ് എല്ലാം കാണുന്നു. ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് കളേഴ്സ് ആണ്. ആ ഒരു പച്ചപ്പ് എപ്പോഴും നമ്മൾ ഇതിൽ കാണുന്നു എന്നുള്ളതാണ്. സോ ദ ആൻസർ ഈസ് എന്താ പറയുന്നത്, ഡി ആണ് വരുന്നത്. രണ്ടും തെറ്റാണ്. അപ്പൊ രാജസ്ഥാനി പെയിന്റിങ്സിൽ ഈ ബുണ്ടി പെയിന്റിങ്ങിൽ എന്തൊക്കെ വരുന്നു? കോട്ടസിൻസ് വരുന്നുണ്ട്, നോബിൾസ് വരുന്നുണ്ട്, ലവേഴ്സ് വരുന്നുണ്ട്, ആനിമൽസും ബേർഡ്സ് എല്ലാം വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എന്താണ്, ലോർഡ് കൃഷ്ണയുടെ ലൈഫായിട്ട് എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള തീംസ് വരുന്നു. സോ ദിസ് ഇസ് ബുണ്ടി പെയിന്റിംഗ്. കീപ് ഇൻ മൈൻഡ്. സോ whenever we hear this word bundi, നമുക്ക് ആ ഒരു ഗ്രീനറി എന്നുള്ള അല്ലെ, ലഷ് ഗ്രീനറി എന്നുള്ള വേർഡ് ഇറ്റ് ഷുഡ് ബി ഇംപ്രിന്റഡ് ഇൻ അവർ മൈൻഡ്. ദാറ്റ്സ് ഓൾ. നമ്മൾ ഇന്നൊരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ബാക്കി വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. ആൻഡ് കീപ് സ്ട്രൈവിങ്. നമുക്ക് അധികം ദിവസങ്ങളില്ല. പഠിച്ച പോർഷൻസ് എല്ലാം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൽ ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ഏരിയംസും ഒന്നും പെട്ടെന്നൊന്നും എക്സാമിന് മുമ്പൊന്നും ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ. എൻ്റെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വേണം, ഏതെങ്കിലും ഏരിയ കൂടുതൽ റെഫർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഒന്ന് മെസ്സേജ് ചെയ്യുക. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. വൈൻഡിങ്. താങ്ക് യു.